രാവിലെ തന്നെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ കണ്ട. നഴ്സറി പോകാൻ വിളിച്ചതിനാണ് മോള് വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ അവളെ കാര്യമൊക്കെ പറഞ്ഞ് നയിപ്പിച്ചെടുത്ത് പല്ല് തേപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി ഒരുങ്ങി നിൽക്കണ കണ്ട. അപ്പോഴാണ് അമ്മ വളയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെ വളയം കൊണ്ട് വന്നത് കേട്ടോ. അങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുത്ത് മാലയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അതിൻ്റെ മൈക്ക് സെറ്റ് നമ്മൾ ആ മതിൽ വെച്ച് കെട്ടിയിരിക്കണേ. അപ്പോൾ ആ പാട്ട് കേട്ടുകൊണ്ടാണ് അമ്മൂമ്മയും മോളും കൂടെ ഈ ഡാൻസ് കളിക്കണത്. അപ്പോൾ ഇത് കണ്ട് ചിരിച്ചോണ്ട് അപ്പൂപ്പനും അവിടെ ഇരിപ്പുണ്ട്. അവള് കണ്ടുപിടിച്ച പുതിയ സ്റ്റെപ്പുകളുമായിട്ട് അവള് ഡാൻസ് കളിക്കണേണ്ട. കൂടെ കമ്പനിക്ക് അമ്മൂമ്മയുണ്ടല്ലോ, രണ്ടുപേരും നല്ല ബെസ്റ്റ് കൈകളാണ്. പാട്ട് കേട്ട് കഴിഞ്ഞാൽ അമ്മൂമ്മയും മോളെയും പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഡാൻസ് ഒക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് പോയോണ്ട് പിന്നെ ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടാ. രാവിലെ ഇവിടെ നിന്നൊരു KSRTC ബസ് ഉണ്ട് കേട്ടോ. അതിൽ കയറിയാണ് നഴ്സറി പോണതേ. തിരിച്ച് ഞാൻ നടന്നു വരും കേട്ടോ. വൈകുന്നേരം നമ്മൾ നടന്ന് തന്നെ പറഞ്ഞത്. പിന്നെ മോളൂട്ടിയെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു. മോളൂട്ടിന്ന് കരഞ്ഞൊന്നുമില്ല, നല്ല ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് ഞാനേ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ കാപ്പി എന്തിനെന്ന് ചോദിച്ചാൽ ഇഡലിയും മുളക് കുഴച്ചതും പിന്നെ ഒരു കട്ടൻ ചായ. കാപ്പി കുടിച്ചെണീറ്റപ്പോഴാണ് കറണ്ട് പോയത്. പിന്നെ ഞാൻ തുണി നനയ്ക്കാനായിട്ട് ഇറങ്ങി. സാധാരണ നനയ്ക്ക് ഒരു ലോഡ് തുണിയാണ് കേട്ടോ. ഭാഗ്യത്തിന് ഇന്നലെയൊക്കെ അങ്ങ് നനച്ചുകൊണ്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉള്ള തുണികൾ വാരി കൂട്ടിയിട്ട് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ. ആരോ പറഞ്ഞതുപോലെ ഏറ്റവും പാടുള്ള ജോലി തുണി നനപ്പും അതുപോലെ തന്നെ പാത്രം കഴുകുകയാണ്. അങ്ങനെ തുണിയും കൊണ്ട് പയ്യെ നനയ്ക്കാനായിട്ട് ഇറങ്ങി. എന്തായാലും കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ ഫോണിന് ചാർജും ഇല്ല. ഉള്ള ചാർജ് വെച്ചാണ് ഈ വീഡിയോ എടുത്തൊക്കെ. അയ്യോ എനിക്ക് വയ്യേന്ന് പറഞ്ഞ് തുണി നനച്ചോണ്ടിരുന്നപ്പോഴാണ് അമ്മേരെ വരവ്. ഇന്ന് കറിക്കൊന്നുമില്ലല്ലോ, കറി വയ്ക്കാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഉള്ള ചില്ലറ പൈസകളെല്ലാം നുള്ളി പിറകെ കൊടുത്തിട്ട് കടയിൽ പോയി പയറ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറഞ്ഞു ഇന്നും പയറ് തോരനാ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള സാധനം, അത് കഴിച്ചാൽ എന്തൊരു കുഴപ്പമെന്ന്. അങ്ങനെ അമ്മയെ സെറ്റാക്കി വിട്ടേട്ടാ. നമുക്കായാലും നമ്മളെ അമ്മമാർക്കായാലും തല പുകയണത് അത്രയും ഒരു ദിവസത്തെ ചോറിൻ്റെ കൂട്ടം ആലോചിച്ചാണല്ലേ, എന്തൊരു കൂട്ടം ഉണ്ടാക്കും എന്നുള്ള ഒരു ചിന്തയാണല്ലേ. അങ്ങനെ ഞാനും അമ്മയും കൂടെ കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞ് സെറ്റാക്കി. പുളിരസവും ചെറുപയർ തോരനും സൂപ്പറാണ്. അമ്മ സെറ്റ്. ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് കണ്ണിമാങ്ങ ഒരു അമ്മച്ചി വിൽക്കാൻ വേണ്ടി വെച്ചിരുന്നു. അവിടെ നിന്ന് കുറച്ച് കണ്ണിമാങ്ങ വാങ്ങിച്ചോണ്ട് വന്നേ. അത് അമ്മ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിരസം, ചെറുപയർ തോരൻ, കണ്ണിമാങ്ങ അച്ചാർ സൂപ്പറല്ലേ. അങ്ങനെ അമ്മയെ ഞാൻ പയ്യെ സെറ്റാക്കി വിട്ടതിന് ശേഷം ഞാൻ ഉള്ള തുണിയൊക്കെ നനച്ചിട്ടേട്ടാ. അല്ലെങ്കിലും ഞാൻ ഒരു വ്ളോഗ് എടുക്കാൻ പോകുമ്പോഴന്ന് ഒന്നേ കറണ്ട് കാണൂല, അല്ലെങ്കിൽ വെള്ളം കാണൂല. ഇതൊക്കെ തന്നെ അവസ്ഥ. ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു. പറഞ്ഞു വന്നത് ഉച്ചക്കത്തെ തീറ്റയും കൂടിയൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. ഞാൻ ഉണ്ടെണീറ്റപ്പോഴാണ് കറണ്ട് വന്നത്. പിന്നെ ഫോണ് ചാർജ് ചെയ്തിട്ട് കുറച്ച് ചാർജും കയറ്റിക്കൊണ്ട് മോളെ വിളിക്കാൻ പോയേ. മോളെ വിളിച്ചിട്ട് വന്നപ്പോൾ മോൾക്ക് ഒരു ബട്ടർ ബണ്ണ് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കൊടുത്തു. അപ്പോഴുണ്ട് അമ്മ ഞങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണം. പിന്നെ അമ്മ ബാഗും കൊണ്ട് നടന്നേട്ടാ. അപ്പോഴാണ് കുറേ നാൾക്ക് ശേഷം ഒരു പുളി കിട്ടി. ഇവിടെ നിന്ന് ഒരു പുളിന്ന് വീണതാണ് ഏട്ടാ. ആ പുളി കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞ് എടുത്തേരെ നമുക്ക് തിന്നാന്ന്. പണ്ട് എന്തോരം വീണ് കിട്ടുന്ന പുളി നിന്നിട്ടുള്ള നമ്മളാണ്. ഇപ്പം പുളി കാണുമ്പോഴേ പുളിക്കും. വീട്ടിൽ വന്ന് മോളൂട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് വൈകുന്നേരം നമ്മൾ റേഷൻ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അമ്മമ്മയും മോളൂട്ടിയും കൊണ്ട് റേഷൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കില് വീഡിയോ എടുത്തോണ്ട് ഞാനും ഉണ്ട്. അങ്ങനെ റേഷൻ കടയിൽ പോണ വഴിക്കാണ് അമ്പലത്തിലെ ലൈറ്റൊക്കെ ഇട്ടിരിക്കണം കണ്ടത്. അങ്ങനെ അവിടെ നിന്നപ്പോൾ മോളൂട്ടിക്ക് ഒരു വീഡിയോ പിടിക്കണം. അങ്ങനെ വല്ല ചായയും ഇതുപോലെയൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചെടുത്ത് നമ്മളത് റേഷൻ കടയിലോട്ട് പോവേണം കേട്ടോ. അങ്ങനെ റേഷൻ കടയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വൈകുന്നേരം കട്ടൻ ചായയും പാർലിജിയിലെ ബിസ്ക്കറ്റും ആയിരുന്നു. എല്ലാവർക്കും കട്ടൻ ചായയും ബിസ്ക്കറ്റും കൊടുത്തിട്ട് ഞാൻ പയ്യെ ബിസ്ക്കറ്റും കട്ടൻ ചായയും കൊണ്ട് ഇവിടെ വന്ന് ഒതുങ്ങിയിരുന്നു. അല്ലെങ്കിൽ തന്നെ കട്ടൻ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുമ്പോൾ ആരും അടുത്ത് പാടില്ല. നമ്മളെ ആ പണ്ടത്തെ ഓർമ്മകളൊക്കെ വിറക്കി ആ ഒരു രസത്തോടുള്ള ഒരു കുടിയില്ലേ, ആഹാ എന്ത് രസമാണ് ആ കുടി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ബിസ്ക്കറ്റും കട്ടൻ ചായയും കൂടെ കഴിക്കാനായിട്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിത്തേക്കുള്ള ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവേണേട്ടാ. ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കണ തിരക്കിലാണ്. പിന്നെ ഒരു കാര്യം, പറ്റുമെന്നുള്ളവർ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടാ. അല്ലെങ്കിൽ തന്നെ ആളുകൾ നമ്മളെ കളിയാക്കൊണ്ട് നമ്മളെ ചാനൽ കൊണ്ട് ഒരു ഗതിയും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്നാലും ഞാൻ വീഡിയോ ഇടും. കാരണം നമ്മളെ സന്തോഷമല്ലേ നമുക്ക് പ്രധാനം. ഇതൊക്കെ ഒരു സന്തോഷമാണ്. വരുമാനം കിട്ടുമ്പോൾ കിട്ടട്ടെ, ഇല്ലെങ്കിലും നമ്മൾ വീഡിയോ ഇടും. കുറേ കാലം കഴിയുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഓർത്ത് വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തല്ലോ, ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് ഓർമ്മിക്കാം. പിന്നെ നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമാവും. നമ്മളെ മുട്ട ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാത്രിത്തെ ഊണിനുള്ള തട്ടിക്കൂട്ടലാണ്. അപ്പോഴേ ചേട്ടന് ചോറൊക്കെ കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് പോയി കുളിക്കാനൊക്കെ. മഞ്ഞുകാലം മാറി വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. രാത്രിയൊന്നും കുളിക്കാതെ കിടക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ കുളിയൊക്കെ രാത്രിയിലോട്ട് മാറ്റി കേട്ടോ. മോളൂട്ടിയാണെങ്കിൽ നേരത്തെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അത്താഴത്തിന് മുട്ട ഓംലേറ്റ് ഉണ്ട്, പുളിവെള്ളമുണ്ട്. നമ്മൾ പുളിവെള്ളം എന്നാണ് കേട്ടോ പറയണത്. പുളി കാച്ചിയെടുക്കും. പയറ് തോരനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്ന കണ്ണിമാങ്ങ, അതിന് അമ്മ ഇതേപോലെ അച്ചാറിട്ട് കേട്ടാ. കണ്ടില്ലേ, സൂപ്പർ അച്ചാറല്ലേ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പറ്റുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.